Hi everyone, I am Dr. Devika Jobi of Panikashiriil Healthcare, Ayurmukha Trichological and Cosmetological Clinic. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. വാട്ട് ഈസ് ദ റൈറ്റ് ഏജ് ഫോർ ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്? ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവാനായിട്ട് ഏറ്റവും നല്ല ഒരു ഏജ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്ത്? അപ്പം ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആസ് എൻ ആയുർവേദിക് ഡോക്ടർ, ഒരു ഡോക്ടർ എന്ന നിലയിൽ ആദ്യം ഞാൻ സംസാരിക്കാം. അപ്പം ബയോളജിക്കലി പറയുവാണെങ്കിൽ ദ റൈറ്റ് ഏജ് ഫോർ ഗെറ്റിംഗ് പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 18 മുകളിലും 28 താഴെയുമാണ്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാര്യം പലപ്പോഴും ഇത് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയണം എന്നില്ലല്ലോ. അപ്പം ഒരു സ്ത്രീ ഉണ്ടാവുമ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് എഗ്സ്, അതായത് ഒവേറിയൻ റിസർവ് എന്ന് പറയും, ഒരു നമ്പർ ഓഫ് എഗ്സോട് കൂടി, അതായത് ഒരു നമ്പർ ഓഫ് അണ്ടങ്ങൾ നമ്മുടെ എഗ്സോട് കൂടിയായിരിക്കും ജനിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞ് ജനിച്ച് ആൾക്കൊരു 30 വയസ്സാകുമ്പോൾ ആളുടെ ഉള്ളിലെ ഈ എഗ്സിൻ്റെയും ഒരു ഏജ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ്. അപ്പം ഓരോ വർഷം കഴിയും തോറും എഗ്ഗിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാകുന്നു. ഈ ഒരു ഒവേറിയൻ റിസർവിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാകുന്നു. ക്വാളിറ്റിയിൽ എന്ന് പറയുമ്പോൾ ഈ ക്രോമസോമൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടി വരുന്നു. അതുപോലെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം ഈ എഗ്സിന് ഇത്ര ഫിക്സ്ഡ് നമ്പറിൽ നിന്നാണ് ഓരോ പ്രാവശ്യവും ഓവുലേഷൻ ഉണ്ടാവുന്നതും അതേപോലെ തന്നെ പീരിയഡ്സ് ഈ സൈക്കിൾ ഫോളോ ചെയ്യുന്നതും. അപ്പം ക്വാണ്ടിറ്റിയിലും നമ്പറിലും ഒരു ഡിക്ലൈൻ ഉണ്ടാകുന്നു. 30 എബോവ് ആകുമ്പോഴത്തേനും ഈ ഡിക്ലൈൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി വിൽ ഡിക്രീസ്. അപ്പോൾ അത് ഏകദേശം 35 എബോവ് ആകുമ്പോഴത്തേനും ഭയങ്കര ഷാർപ്പൊരു ഡിക്ലൈനാണ് ഉണ്ടാവുക. അപ്പം ഈ 20s വളരെ നല്ല ക്വാളിറ്റിയാണ് എഗ്ഗിന് ഉണ്ടാവുക. ബോത്ത് ക്വാണ്ടിറ്റി വൈസ് ആൻഡ് ക്വാളിറ്റി വൈസ് ബെറ്റർ ആയിരിക്കും. പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാര്യം പുരുഷന്മാരിൽ പ്യൂബർട്ടിക്ക് ശേഷം സ്പേംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഏജിനിങ് ഫാക്ടർ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇനിയിപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മൾ കൺസീവ് ആയി കഴിയുമ്പോഴത്തേനും അമ്മയ്ക്കും കുട്ടിക്കും ഉണ്ടാകാവുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പം ആദ്യമേ അമ്മയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന് നമുക്ക് പറയാം. അപ്പം ഒരു 30 എബോവ് ആദ്യത്തെ കുട്ടി ആകുകയാണെങ്കിലും ഒരു 35 എബോവ് പ്രഗ്നൻ്റ് ആകുകയാണെങ്കിലും ഉണ്ടാകുന്ന ചാൻസ് എന്ന് പറയുന്ന അമ്മയ്ക്ക് പ്രഗ്നൻസി ടൈമിൽ കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവും. നാച്ചുറലായിട്ട് കൺസീവ് ആവാനായിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ PCOD PCOS ഒക്കെ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ തന്നെ നാച്ചുറലി കൺസീവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് അതുപോലെ കുറയുകയാണ് നമുക്ക്. അപ്പം ഈ ഒരു കൺസീവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ്, അപ്പോൾ നമുക്ക് IVF അതേപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിൻ്റെ സഹായത്തോടെ ഈസി ആയിട്ട് കൺസീവ് ചെയ്യാവുന്നതാണ്. പക്ഷേ നാച്ചുറൽ കൺസെപ്ഷൻ്റെ ഒരു ചാൻസ് അവിടെ കുറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കൺസീവ് ആയാൽ തന്നെ എബോട്ട് ആവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുന്നു. ചാൻസസ് ഓഫ് അബോർഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും ഈ 35 എന്നൊക്കെയുള്ള ഒരു ഏജിനോട് അടുക്കും തോറും. എബോവ് 35 വളരെ കൂടുതലായിരിക്കും കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ എബോവ് 35 ഭയങ്കര ഒരു റിസ്കി സിറ്റുവേഷനിലേക്കായിരിക്കും പോവുക. അപ്പം അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഡയബറ്റീസ്, അതേപോലെ തന്നെ BP, പ്രീ എക്ലാംസിയ പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഇനി വാവയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഡൗൺ സിൻഡ്രം കൂടാനായിട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഏജ് കൂടുന്തോറും വളരെ കൂടുതലാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ 30 വയസ്സാകും തോറും ആയി കഴിയുമ്പോൾ തൊട്ട് അണ്ടത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറയുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ചാൻസസ് പറയുന്നത്. അപ്പം ഈ ചാൻസസ് എന്ന് പറയുമ്പോൾ ഒരു 18 to 28 ഏജിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഡൗൺ സിൻഡ്രം ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് എന്ന് പറയുന്നത് 1000 കുട്ടിയാണെങ്കിൽ 35 ഏജ്
എബോവ് ആണെങ്കിൽ 250 കുട്ടികളിൽ ഒരു കുട്ടിക്കായിട്ട് ചാൻസ് മാറുകയാണ്, റേഷ്യോ മാറുന്നു. ആൻഡ് ഇഫ് ഇറ്റ്സ് എബോവ് 40 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ 40 കുട്ടികളിൽ ഒരാളിൽ ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടാണ് ഒരു ഡോക്ടർ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് 18 to 28 എന്ന ഏജ് പറയുന്നത്. ഇനി ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കൊരിക്കലും ഈ ഒരു ഏജിലേക്ക് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം കാഴ്ചപ്പാടുകൾ മാറി. കല്യാണം തന്നെ നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഒരു 30s ആണ് ഇപ്പോഴത്തെ ഒരു ആവറേജ് ഒരു ഏജ് വരാം. അപ്പോൾ കുട്ടികളെന്ന് പറയുന്നത് ഏകദേശം 35 അടുത്ത് വരുന്നു. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുക മിക്കവാറും പ്രൈമി എങ്കിലും ഫസ്റ്റ് ഒരു ഡെലിവറി എങ്കിലും 30 ഇയേഴ്സ് എബവ്, വിത്തിൻ 30 ഇയേഴ്സ് ആണ് കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പം പക്ഷേ ഇതെല്ലാം എൻറ്റയർലി അമ്മയുടെയും അച്ഛൻ്റെയും മാനസികവും ശാരീരികവും അതേപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ. അപ്പം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ പ്ലാനിങ് യുവർ ഫസ്റ്റ് ബേബി ആഫ്റ്റർ 40s ഓർ ആഫ്റ്റർ 30s, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഹോർമോണൽ ടെസ്റ്റുകൾ കുറച്ചുണ്ട്. AMH പോലത്തുള്ള ടെസ്റ്റുകൾ കൂടുതലായിട്ടും ഇതേപോലെ ഗൈനക്കൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റുകളിലേക്ക് പോകുക. ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇതുപോലെയുള്ള AMH ടെസ്റ്റുകൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ എഗ് റിസർവിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി അനലൈസ് ചെയ്യാനായിട്ടാണ്. അപ്പം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ബേബി എത്ര വർഷം കഴിഞ്ഞു മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വരെ നിങ്ങൾക്ക് ഹെൽത്തി ബേബീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, ഈ ഒരു ബേബീനെ നമ്മളിപ്പോൾ കരിയർ അല്ലെങ്കിൽ നമ്മളുടെ പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് ഒരു നിശ്ചിത വർഷത്തിന് ശേഷം മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എഗ് ഫ്രീസിങ്ങും അനദർ വൺ ഈസ് എംബ്രിയോ ഫ്രീസിങ്. എഗ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ സെലിബ്രിറ്റീസൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആഫ്റ്റർ 40s ഒക്കെ പലരും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹെൽത്തി ഏജിൽ 20s തന്നെ അവർ എഗ്സ് ഒക്കെ പ്രിസർവ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് ഒക്കെ റെഡിയാക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ചെയ്ത് അവരതിന് റെഡി ആയിരിക്കും. അപ്പം നമ്മളൊരു എഗ് ഫ്രീസിങ് നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ എംബ്രിയോ ഫ്രീസിങ്ങും ചെയ്യാൻ പറ്റും. എഗ് ഫ്രീസിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. എംബ്രിയോ ഫ്രീസിങ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറഞ്ഞ ഒരു പ്രൊസീജിയറാണ്. അപ്പം ഈ 2 മെത്തേഡ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇനി വീഡിയോ ഇടാം. അപ്പം ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന് ജനറലായിട്ട് എനിക്ക് തരാനായിട്ടുള്ള ആസ് എ ഡോക്ടർ അതിനുള്ള എക്സ്പ്ലനേഷനും എന്തൊക്കെയാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് എന്ന്. അപ്പം ഇതിനൊരു കൺക്ലൂഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ റൈറ്റ് ഏജ് ഫോർ ഗെറ്റിംഗ് പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഫിനാൻഷ്യലി, ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രിപ്പയർഡ് ആവുന്നത്, എപ്പോഴാണോ നമ്മൾ ഈ 3 കാര്യങ്ങളിലും നമ്മൾ സ്റ്റേബിൾ ആവുന്നത്, നമ്മൾ ഓക്കെ ആവുന്നത്, സന്തോഷത്തോടെ ഒരു കുഞ്ഞിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ റെഡി ആവുന്നത്, അത് ഏത് ഏജ് ആയാലും അപ്പോഴാണ് കറക്റ്റ് ഏജ് ഫോർ ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. ആൻഡ് ഇഫ് യു ആർ പ്ലാനിങ് ഇറ്റ് ലേറ്റ്, better go for these methods. Please be aware of these consequences. And അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് ചുരുക്കുന്നു. ഇനിയും കൂടുതലായിട്ട് റിലേറ്റഡ് ആയിട്ടും വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.